നാട്ടുകാർ തന്നെ പിരിവെടുത്ത് ഒരു റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കക്കാടംപൊയിൽ തൊട്ടപ്പള്ളി റോഡാണ് നാട്ടുകാർ പിരിവെടുത്ത് 5 കിലോമീറ്ററോളം കോൺക്രീറ്റ് ചെയ്തത്. റോഡിന്റെ ഉദ്ഘാടനം താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റിമാൻജിയോസ് ഇഞ്ചനാനിയേൽ നിർവഹിച്ചു. യാത്ര ദുഷ്കരമായ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ കക്കാടംപൊയിൽ തോട്ടപ്പള്ളി ചെമ്പോത്തി റോഡാണ് നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിൽ കോൺക്രീറ്റ് ചെയ്തത്. 5 കിലോമീറ്റർ ദൂരം നാട്ടുകാർ പിരിച്ചെടുത്ത 2 കോടി രൂപ ചെലവിട്ട് 3 വർഷം കൊണ്ടാണ് റോഡ് പൂർത്തീകരിച്ചത്. സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഞ്ചാര മാർഗമായിരുന്നു ഇവിടെ. വാഹന ഗതാഗതം ഏറെ ദുഷ്കരമായ ഈ പ്രദേശത്ത് യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ഒട്ടേറെ കുടുംബങ്ങളാണ് കുടിയിറങ്ങിയത്. ഈ പ്രദേശത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള വിളകൾ കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മ റോഡ് നിർമ്മാണ ദൗത്യം ഏറ്റെടുത്തത്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു 3 വർഷം കൊണ്ടാണ് ഈ ഇവിടം വരെ പൂർത്തിയാക്കിയത്. ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് തോട്ടപ്പള്ളി ചെമ്പോത്തി റോഡിനാണ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം മേലെ തോട്ടപ്പള്ളി റോഡിൻ്റെ പണി അവിടം വരെ നിർത്തി. ഈ വർഷം ഞങ്ങൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ബാക്കി തോട്ടപ്പള്ളി വാളന്തോട് റൂട്ടിലേക്കുള്ള പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് ഏകദേശം 2 കോടിയോളം രൂപ ഞങ്ങൾ ഇവിടെയുള്ള ഈ പ്രാദേശിക ആൾക്കാരോടൊക്കെ ചോദിച്ച് സഹായമൊക്കെ ചോദിച്ച് അവർ നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തു. ഹൈ ഗിയറുള്ള 4 വീലർ വാഹനങ്ങൾ മാത്രമാണ് ഗതാഗതത്തിന് മേഖലയിൽ ഉപയോഗിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ പരിമിതികൾ കൊണ്ട് റോഡ് നവീകരണത്തിന്റെ ഫണ്ട് അനുവദിക്കാൻ സാധിച്ചിരുന്നില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ നടന്ന് കൽക്കാട്ടിൽ ചാടി ഇങ്ങനെ നടക്കുക. ഹോസ്പിറ്റലിൽ പോയി കല്ല് ചാടി അതങ്ങ് നെൽമൂര് വരെ ഒക്കെ കല്ല് ചാടി പോകണ്ടേ. ഫാദർ സജി വളവിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റിമാൻജിയോസ് ഇഞ്ചനാനിയേൽ നിർവഹിച്ചു. സർക്കാർ ഫണ്ടില്ലെങ്കിലും നല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ വലിയ പദ്ധതികൾ നടത്താൻ സാധിക്കുമെന്ന് മാർ റിമാൻജിയോസ് ഇഞ്ചനാനിയേൽ. ഗവൺമെന്റ് സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് വികസനങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. കൂട്ടായ്മ ഒരുമയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്, ഗവൺമെന്റ് വരണം. ഗവൺമെന്റ് ഒന്നും വരണ്ട, നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തിനേയും പ്രതിരോധിക്കാൻ കഴിയും എന്ന നല്ല ഒരു ഉദാഹരണമാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാത്രായോഗ്യമാക്കി അതിൽ ഭംഗിയാക്കി തീർക്കാൻ ഇവർക്ക് സാധിച്ചു. തോട്ടപ്പള്ളി പ്രദേശത്തെ റോഡിന്റെ പുനരുദ്ധാരണം കൊണ്ട് തങ്ങളുടെ യാത്രാ ദുരിതങ്ങൾക്കാണ് അറുതി വന്നതെന്ന് നാട്ടുകാർ പറയുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.